Okay, makale. Okay. Page number 197, lesson 6, our agriculture. Shraddhike. Agriculture means cultivation of land. It also includes horticulture, livestock rearing and fishing. It is the most important occupation in our country. About 2/3 of the Indian people are farmers. Growing crops is their main occupation. Agriculture provides food for the people and raw materials for industries. അപ്പൊ നമുക്കറിയാം എന്താ occupation എന്ന് പറഞ്ഞാല് തൊഴിൽ അല്ലേ, ജോലി. നമുക്ക് എപ്പോഴും നമുക്ക് എന്ത് വേണം? We need food to eat. We need clothes to wear. ഡ്രസ് വേണ്ട ധരിക്കാൻ വേണം. We need house to live in. നമുക്ക് ജീവിക്കാൻ താമസിക്കാൻ വീട് വേണം, വേണ്ടേ? ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എന്ത് വേണം? We need money അല്ലേ? We need food to eat. We need dress to wear. We need house to live in അല്ലേ? അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് മണി വേണം. We want to earn money. പണം സമ്പാദിക്കണം. അപ്പൊ പണം സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? We will do different types of works അല്ലേ? അതിനെയാണ് നമ്മൾ occupation എന്ന് പറയാം. പണം സമ്പാദിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന, പണം സമ്പാദിക്കാൻ വേണ്ടി ചെയ്യുന്ന ആ ഒരു തൊഴിലിനെയാണ് നമ്മൾ occupation എന്ന് പറയാം. ഓക്കെ. അഗ്രികൾച്ചർ മീൻസ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്, കൃഷിയാണ് അഗ്രികൾച്ചർ. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഹോർട്ടിക്കൾച്ചർ, ലൈഫ് സ്റ്റോക്ക് റിയറിംഗ് ആൻഡ് ഫിഷിംഗ്. അപ്പൊ ഹോർട്ടിക്കൾച്ചറും ലൈഫ് സ്റ്റോക്കും റിയറിംഗും ഫിഷിംഗും ഒക്കെ ഏതിൽ പെട്ടു? അഗ്രികൾച്ചറിൽ പെട്ടു. അഗ്രികൾച്ചർ മീൻസ് cultivation of land. It also includes horticulture, livestock, fishing and rearing, etc. It is the most important occupation in our country. About 2/3 of the Indian people are farmers. അതായത് ഇന്ത്യയിലെ 2/3 ആൾക്കാരും, മനസ്സിലായോ? 300 ആൾക്കാരുണ്ടെങ്കിൽ അത് 200 ആൾക്കാരും ആരാണ്? ഫാർമേഴ്സ് ആണ് അല്ലേ? ഇപ്പൊ 2/3, ഇപ്പൊ 3000 ആൾക്കാരുണ്ടെങ്കിൽ അത് 2000 ആൾക്കാരും ഫാമേഴ്സ് ആണ് എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള ആൾക്കാരാണ് 1000 ആൾക്കാരിലാണ് ആര് വരിക? ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, എഞ്ചിനീയേഴ്സ് എക്സെട്ര. ഓക്കെ. യെസ്. ഗ്രോയിങ് ക്രോപ്സ് ഈസ് ദർ മെയിൻ occupation. അഗ്രികൾച്ചർ പ്രൊവൈഡ്സ് ഫുഡ് ഫോർ ദ പീപ്പിൾ ആൻഡ് റോ മെറ്റീരിയൽസ് ഫോർ ഇൻഡസ്ട്രീസ്. അപ്പൊ നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചർ മീൻസ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്. About 2/3 of the people of the Indian people are farmers. Okay. We need food to eat. We need dress to wear. We need house to live in. ഇതൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ we want to attain these things. We can do some job അല്ലേ? അതിനാണ് നമ്മൾ എന്ത് പറയാ? occupation എന്ന് പറയാം. ഓക്കെ. യെസ്. അപ്പൊ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാല് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ് ആണ്. കൃഷി ചെയ്യുന്നതിനാണ് നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറയാം. India has a suitable climate for growing crops. The soil is fertile and we have sufficient irrigation facilities. So farmers grow many crops throughout the year. India has a suitable climate. ഇന്ത്യയിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല suitable climate ആണ്. ഏതിനു വേണ്ടി? ഗ്രോയിങ് ക്രോപ്സ് അല്ലെങ്കിൽ കൃഷിക്ക് അനുയോജ്യമായ ക്ലൈമറ്റ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. Indian climate is very suitable for agriculture or farming. Then the soil is very fertile. In India, our soil is very fertile. Indian climate is very suitable for the agriculture, etc. Then we have sufficient irrigation facilities. ഇന്ത്യയിൽ എന്തുണ്ട്? നമ്മുടെ ഇറിഗേഷൻ ഫെസിലിറ്റി, നല്ല ഇറിഗേഷൻ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അതുകൊണ്ട് ഫാർമേഴ്സ് ഗ്രോ മെനി ക്രോപ്സ് ത്രൂ ഔട്ട് ദ ഇയർ. ഒരു വർഷത്തിലെ പല കൃഷികൾ ആരിറക്കുന്നു? നമ്മുടെ ഫാർമേഴ്സ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കൃഷിക്ക് ആവശ്യമായ മെയിൻ സാധനങ്ങൾ എന്തൊക്കെ വേണം കൃഷി ചെയ്യണമെങ്കിൽ? ഫ്ലാറ്റ് ലാൻഡ് വേണം അല്ലേ? ഫ്ലാറ്റ് ലാൻഡ്, ഫെർട്ടൈൽ സോയിൽ, പിന്നെ വാട്ടർ. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ഡു അഗ്രികൾച്ചർ. ഓക്കെ. ഒന്നുകൂടെ പറയാം. അഗ്രികൾച്ചർ മീൻസ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്. വി നീഡ് ഫുഡ് ടു ഈറ്റ്. വി നീഡ് ഡ്രസ് ടു വെയർ. വി നീഡ് ഹൗസ് ടു ലിവ് ഇൻ, എക്സെട്ര. ദീസ് 3 things can attain through the occupation. Yes. India has a suitable climate. India has fertile soil and sufficient irrigation facilities are there. Okay. So Indian farmers grow many crops throughout the year. മനസ്സിലായില്ലേ? Yes. Any kinds of crops.
Next one, kinds of crops. Farmers generally grow into two types of crops, food crops and cash crops. The main food crops grown in India are rice, wheat, millets, maize and pulses. The main cash or commercial crops are jute, sugarcane, tea, coffee, cotton, oil seeds, coconut and spices. ഇപ്പോൾ ഫാമേഴ്സ് രണ്ടായി തിരിച്ചിട്ടുണ്ട്. എന്ത് ക്രോപ്സിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഫാമേഴ്സ് ജനറലി ഡിവൈഡഡ് ക്രോപ്സ് ഇൻടു ടു ടൈപ്സ്. വിച്ച് ആർ ദ ടു ടൈപ്സ് ഓഫ് ക്രോപ്സ്? ഏതൊക്കെയാ രണ്ട് തരത്തിലുള്ള ക്രോപ്സ്? ഏതൊക്കെയാ? ഫുഡ് ക്രോപ്സ് ആൻഡ് ക്യാഷ് ക്രോപ്സ്. ഫുഡ് ക്രോപ്സ് ആൻഡ് ക്യാഷ് ക്രോപ്സ്. എന്താ ഫുഡ് ക്രോപ്സ്, എന്താണ് ക്യാഷ് ക്രോപ്സ്? വാട്ട് ആർ ഫുഡ് ക്രോപ്സ്, വാട്ട് ആർ ക്യാഷ് ക്രോപ്സ്? എന്താണ് ഫുഡ് ക്രോപ്സ്? നോക്ക്, ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാല് ദ മെയിൻ ഫുഡ് ക്രോപ്സ് ഗ്രോൺ ഇൻ ഇന്ത്യ ആർ റൈസ്, വീറ്റ്, മില്ലറ്റ്സ്, മെയ്സ് ആൻഡ് പൾസസ്. ഇന്ത്യയിൽ വളരുന്ന ഫുഡ് ക്രോപ്സ് ഇതൊക്കെയാണ്. ഏതൊക്കെ? റൈസ്, അരി, വീറ്റ്, millets, maize and pulses. These are the important food crops grown in India. Then cash crops or commercial crops are, cash crops also known as commercial crops. Then important cash crops or commercial crops are jute, sugarcane, tea, coffee, cotton, oil seeds, coconut and spices. നമ്മൾ പറഞ്ഞു Indian climate is very suitable for the agriculture. Then fertile soil is available in this country. Then പിന്നെ irrigation facility is also very good in India. So farmers grow different crops, different types of crops grown in India throughout the year. Then farmers divided the crops into two types. Which are they? Food crops and cash crops. മനസ്സിലായോ? എന്താ ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാല്? ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ പൾസസ്, റൈസസ്, പിന്നെ റൈസ്, വീറ്റ്, മില്ലറ്റ്സ്, പൾസസ്, ഇതൊക്കെയാണ് ഏത് ഫുഡ് ക്രോപ്സ്. അതുപോലെ ക്യാഷ് ക്രോപ്സിന് മറ്റൊരു പേര് പറയും നമ്മൾ, അതാണ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്. ക്യാഷ് ക്രോപ്സ് ഓൾസോ നോൺ ആസ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്. വിച്ച് ആർ ദ കൊമേഴ്ഷ്യൽ ക്രോപ്സ്? നോക്ക്, ജൂട്ട്, ഷുഗർ കെയിൻ, ടീ, കോഫി, കോട്ടൺ, ഓയിൽ സീഡ്സ്, കോക്കനട്ട്, spices. These are cash crops. മനസ്സിലായില്ലേ? രണ്ട് തരത്തിലുള്ള ക്രോപ്സ് ഏതൊക്കെയാന്ന് മനസ്സിലായില്ലേ? ഏതൊക്കെയാ? ക്യാഷ് ക്രോപ്സും ഫുഡ് ക്രോപ്സും. ഓക്കെ, നെക്സ്റ്റ് നോക്ക്, ഫുഡ് ക്രോപ്സ് എന്താന്ന് നോക്കാം. ഫുഡ് ക്രോപ്സ്. റൈസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫുഡ് ക്രോപ്പ്. ഇറ്റ് ഈസ് ദ സ്റ്റാപ്പിൾ ഫുഡ് ഓഫ് people living in the eastern and southern part of India. Rice grows well in hot and wet climate. Assam, West Bengal, Jharkhand, Bihar, Chhattisgarh, Andhra Pradesh, Tamil Nadu, Kerala, Punjab and Haryana are the major rice producers. India is the second largest producer of rice after China. അപ്പൊ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ഫുഡ് ക്രോപ്പാണ് ഏത്? റൈസ്. റൈസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫുഡ് ക്രോപ്പ്. ഇറ്റ് ഈസ് ദ സ്റ്റാപ്പിൾ ഫുഡ് ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ ദ ഈസ്റ്റേൺ ആൻഡ് സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഈസ്റ്റേൺ ഇന്ത്യയിലും സദേൺ ഇന്ത്യയിലും താമസിക്കുന്ന ആൾക്കാരുടെ ഒരു സ്റ്റാപ്പിൾ ഫുഡ് ആണ് ഏത്? റൈസ്, അല്ലെ? റൈസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫുഡ് ക്രോപ്പ് ആൻഡ് ദിസ് ഈസ് ദ സ്റ്റാപ്പിൾ ഫുഡ് ഓഫ് ഈസ്റ്റേൺ ആൻഡ് സദേൺ പാർട്സ് ഓഫ് ഇന്ത്യ. പിന്നെ റൈസ് ഗ്രോസ് വെൽ ഇൻ ഹോട്ട് ആൻഡ് വെറ്റ് ക്ലൈമറ്റ്. റൈസ് എങ്ങനെയുള്ള എടുത്താ കൃഷി ചെയ്യാൻ പറ്റുക? എങ്ങനെയുള്ള എടുത്താ? വെൽ ഇൻ ഹോട്ട് ആൻഡ് വെറ്റ് ക്ലൈമറ്റ്. നല്ല ചൂടും അതുപോലെ വെറ്റ് ക്ലൈമറ്റും ഉള്ളിടത്താണ് കൂടുതലായി നെല്ല് കൃഷി ചെയ്യുക. ഇനി ആസാം, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരള, പഞ്ചാബ് ആൻഡ് ഹരിയാന ആർ ദ മേജർ പ്രൊഡ്യൂസേഴ്സ്. അപ്പം ഇന്ത്യയില് കൂടുതലായും നെൽകൃഷി നടത്തുന്ന കുറെ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാത്? വിച്ച് ആർ ദ ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്സ് ടു ഗ്രോ റൈസ്? വിച്ച് ആർ ദ ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്സ്? നോക്ക്, ആസാം, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരള, പഞ്ചാബ് ആൻഡ് ഹരിയാന ആർ ദ മേജർ റൈസ് പ്രൊഡ്യൂസേഴ്സ്. ഇവിടെയാണ് കൂടുതലായും നെൽകൃഷി അല്ലെങ്കിൽ അരി കൂടുതലായി ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ സ്ഥലങ്ങളിലാണ്. ഇനി ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ്. അപ്പം
നെൽകൃഷിയിൽ 2ാം സ്ഥാനം ആർക്കുണ്ട്? ഇന്ത്യക്കുണ്ട്. മനസ്സിലായോ? ഇന്ത്യ ലോകത്തിലെ നെൽകൃഷി നടത്തുന്നതിൽ 2ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ് ഈസ് ഇന്ത്യ ആഫ്റ്റർ ചൈന. ചൈന കഴിഞ്ഞാൽ അപ്പൊ ഒന്നാമത്തെ രാജ്യം ഏതാ? ചൈന അല്ലേ? വിച്ച് ഇസ് ദ ഫസ്റ്റ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ്? ദാറ്റ് ഈസ് ചൈന. ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഫാർമേഴ്സ് ഡിവൈഡഡ് ക്രോപ്സ് ഇൻടു 2 types, ഫുഡ് ക്രോപ്സ് ആൻഡ് ക്യാഷ് ക്രോപ്സ്. പൾസസ്, വീറ്റ്, മില്ലറ്റ്സ്, റൈസ്, ദീസ് ആർ ദ ഫുഡ് ക്രോപ്സ് ഇൻ ഇന്ത്യ. ദെൻ oil seeds, coconut, coffee, tea, jute, etc. are cash crops. Rice is the most important food crop. Then it is the staple food of eastern and southern part of Indian people. പിന്നെ റൈസിന് എങ്ങനെയുള്ള കാലാവസ്ഥ വേണ്ടതെന്ന് പറഞ്ഞത്? ഹോട്ട് ആൻഡ് വെറ്റ് ക്ലൈമറ്റ് അല്ലേ? ഹോട്ട് ആൻഡ് വെറ്റ് ക്ലൈമറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ റൈസ് കൾട്ടിവേഷൻ. Then Assam, West Bengal, Jharkhand, Bihar, Chhattisgarh, Andhra Pradesh, Tamil Nadu, Kerala, Punjab and Haryana are the important or major producers of rice. Then first largest producer of rice is China. Second largest producer of rice is India. ലോകത്തിലെ 1ാം സ്ഥാനം റൈസിന്റെ ഉൽപാദനം, റൈസ് പ്രൊഡക്ഷനിലെ 1ാം സ്ഥാനം ചൈനയ്ക്കും 2ാം സ്ഥാനം ആർക്കാ? ഇന്ത്യക്കും ആണ്. ഓക്കെ, കിട്ടിയില്ലേ? Next paragraph. Wheat is most grown in northern India. It grows well in cool and moist climate. It is mainly grown in Punjab, Haryana, Uttar Pradesh, Madhya Pradesh and Gujarat. അടുത്ത ഫുഡ് ക്രോപ്പ് ഏതാണ്? വീറ്റ്. ഒന്നാമത് നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫുഡ് ക്രോപ്പ് എന്ന് പറയുന്നത് റൈസ് ആണ്. വെറ്റുമായ ക്ലൈമറ്റിലാണ് നെൽകൃഷി നന്നായി നടക്കുക. പിന്നെ ഈസ്റ്റേൺ സതേൺ ഇന്ത്യയിലെ ആൾക്കാരുടെ ഒരു സ്റ്റാപ്പിൾ ഫുഡാണ് റൈസ്. ആസാം, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ് ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് പ്രൊഡ്യൂസേഴ്സ്. പിന്നെ ഫസ്റ്റ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് the world is China. Second largest producer is India. Any second one? Wheat. Wheat is the another food crop is mostly common in northern India. അതായത് വീറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഫുഡ് ക്രോപ്പ് ആണ്. അത് കൂടുതലായി ഉണ്ടാവുന്നത് എവിടെയാണ്? നോർത്തേൺ ഇന്ത്യയിലാണ് ഗോതമ്പ് കൂടുതലായി കൃഷി നടത്തുക. ഇറ്റ് ഗ്രോസ്, അതിന്റെ കാലാവസ്ഥ എങ്ങനെയാ നോക്ക്. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറയുന്നത് കൂൾ ആൻഡ് മോയിസ്റ്റ് ക്ലൈമറ്റ്. നല്ല കൂൾ, തണുപ്പുള്ള സ്ഥലം അല്ലെങ്കിൽ ഈർപ്പമുള്ള സ്ഥലമാണ്. തണുപ്പും മോയിസ്റ്റുമുള്ള ഏരിയ ആണ് ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും ഉചിതമായത്. ഇനി ഇതെവിടെയൊക്കെ വളരുക? ഇറ്റ് ഈസ് മെയിൻലി ഗ്രോൺ ഇൻ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് ആൻഡ് ഗുജറാത്ത്. ഈ ഗോതമ്പ് കൃഷി ഏറ്റവും കൂടുതൽ നടക്കുന്ന എവിടെയൊക്കെയാ? ഹരിയാനയിലും ഉത്തർപ്രദേശും മധ്യപ്രദേശ്, ഗുജറാത്ത്, പഞ്ചാബ്, ഇത്രയും സ്റ്റേറ്റിലാണ് കൂടുതലായും ഗോതമ്പ് കൃഷി നടത്തുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. വീറ്റ് ഈസ് ദ അനദർ ഫുഡ് ക്രോപ്പ് ഗ്രോൺ ഇൻ ഇന്ത്യ. Then the climate for wheat cultivation is cool and moist climate. It is mainly grown in Haryana, Uttar Pradesh, പിന്നെ മധ്യപ്രദേശ്, ഗുജറാത്ത് ആൻഡ് പഞ്ചാബ്. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ, മില്ലറ്റ്സ്. Millets include jowar, bajra and ragi. They are usually grown in hot and dry areas where rice and wheat cannot be grown. They are grown in Rajasthan, Gujarat, Karnataka, Andhra Pradesh and Bihar. അടുത്ത ഫുഡ് ക്രോപ്പ് ആണ് ഏത്? മില്ലറ്റിൽ ഏതൊക്കെ പെടും നോക്ക്. മില്ലറ്റ് എന്ന് പറഞ്ഞാല് millets include jowar, bajra and ragi. Jowar, bajra and ragi.
Jowar, bajra and ragi are another food crops grown in India. അപ്പൊ മില്ലറ്റ്സിൽ പെടുന്നതാണ് ഏതൊക്കെ? നമ്മുടെ ജോവറും ബാജ്രിയും അതുപോലെ റാഗിയും. They are usually grown in hot and dry areas where rice and wheat cannot be grown. അതായത് നെൽകൃഷിയും ഗോതമ്പ് കൃഷിയും നടത്തുന്നത് പോലെ അതിന് പറ്റിയ കാലാവസ്ഥയല്ല ഏതിന് വേണ്ടത്? മില്ലറ്റ്സിന് വേണ്ടത് അല്ലെ? മില്ലറ്റ്സിന് എങ്ങനെയുള്ള കാലാവസ്ഥയാണ് വേണ്ടത്? ഹോട്ട്, ചൂടാണ്, അല്ലെങ്കിൽ ചൂടും വരണ്ട കാലാവസ്ഥയുമാണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യം. നമ്മൾ പറഞ്ഞു റൈസ് അല്ലെങ്കിൽ പിന്നെ റൈസിനും ഗോതമ്പിനും നമ്മൾ പറഞ്ഞത് എന്താണ്? നല്ല തണുപ്പുള്ള സ്ഥലം അല്ലെങ്കിൽ മോയിസ്റ്റ് അല്ലെങ്കിൽ കോൾഡ് ഏരിയാസ് ആണ് സ്യൂട്ടബിൾ. പക്ഷേ മില്ലറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ millets are grown in hot and dry areas. Millets are grown in hot and dry areas. Okay, ഇത്ര ഒന്ന് വായിച്ചു നോക്കിയേ മക്കളെ. All of you please read. Aaron, please read. Okay. മക്കളെ 198 പേജ് നമ്പർ 198 കണ്ടോ കുറെ പിക്ചർ? ക്യാൻ യു സീ ദി പിക്ചേഴ്സ്? ക്യാൻ യു സീ ദീസ് പിക്ചേഴ്സ്? കാണുന്നുണ്ടോ? യെസ്. അതിൽ ഒന്നാമത്തെ വീറ്റ് ഗ്രോസ് ഇൻ കൂൾ ആൻഡ് മോയിസ്റ്റ് ക്ലൈമറ്റ്. കൂൾ ആൻഡ് മോയിസ്റ്റ് ക്ലൈമറ്റിലാണ് ഏത്? ഗോതമ്പ് കൃഷി. അതുപോലെ മില്ലറ്റ്സ് ഗ്രോ ഇൻ ഹോട്ട് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ്. കണ്ടോ മില്ലറ്റ്സ് ഹോട്ട് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ്. സെറക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ലീവ് ചെയ്ത് പോയി കിടന്നുറങ്ങിക്കോ. ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവരോടും കൂടെ പറയാം, ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ക്ലാസ്സിൽ ഇരിക്കുക. ഉറക്കം തൂങ്ങുന്നവരൊന്നും ക്ലാസ്സിൽ ഇരിക്കണ്ട. നിങ്ങൾ വലിയ കുട്ടികളാ, ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, ആണോ? നിങ്ങൾക്കറിയില്ല ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യം? ഇനി അത് പറഞ്ഞു തരണ്ടല്ലോ. ഓക്കെ, ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. അന്നുള്ള കാര്യം അന്നു പഠിക്കാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നല്ലേ നിങ്ങളോടത്? ഓക്കെ, ശ്രദ്ധിക്കും മക്കളെ. പിന്നെ നമ്മൾ പറഞ്ഞു ഷുഗർ കെയിൻ ഗ്രോസ് ഇൻ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്. ഷുഗർ കെയിൻ എന്ന് പറയുന്നത് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ്. ഇപ്പൊ നമ്മള് ഫുഡ് ക്രോപ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു. ഫുഡ് ക്രോപ്സ് ഏതൊക്കെയായിരുന്നു? മില്ലറ്റ്സ്, വീറ്റ് ആൻഡ് റൈസ് അല്ലെ? വീറ്റ്, റൈസ്, മില്ലറ്റ്സ് ആർ ഫുഡ് ക്രോപ്സ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ ക്യാഷ് ക്രോപ്സ്. Farmers divided crops into two types, food crops and cash crops. First one, food crops, already we discussed about. Any doubt anybody about food crops? No, are you okay? Have you understood? Okay, very good. Suryadev, Sridev, okay. All of you? Good. Next one, cash crops.
Jute is an important cash crop. Bags, rope, mats, gunny bags and handicrafts are made from jute. India is the world's second largest producer of jute. The main jute producing states are West Bengal, Assam, Bihar and Orissa. Okay, jute important cash crops ഒന്നാണ്. ഏറ്റവും important cash crops ആണ് ഏത്? Jute. Jute is an important cash crops. ഇനി ബാഗ്, നമുക്ക് ആവശ്യമായ ബാഗ്സ്, റോപ്പ്, കയറ്, പിന്നെ മാറ്റ്സ്, ചവിട്ടികളൊക്കെ ഇല്ല, മാറ്റ്സ്, ഗണ്ണി ബാഗ്സ്, handicrafts, these are made from jute. Jute is an important cash crops. Then bags, ropes, mats, these are made from jute. Then India is the world's second largest producer of jute. ലോകത്തിലെ ജൂട്ട് പ്രൊഡക്ഷനിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമുണ്ട്? എത്രാം സ്ഥാനക്കാരനാ ഇന്ത്യ? India is the second largest producer of world. അല്ലേ? Any the main jute producing states are West Bengal, Assam, Bihar and Orissa. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ്? ഏതൊക്കെ സ്റ്റേറ്റ്സിലാ പിന്നെ നമ്മുടെ ജൂട്ട് കൃഷി ചെയ്യുന്നത്? നോക്ക്, വെസ്റ്റ് ബംഗാൾ, ആസാം, ബീഹാർ, ഒറീസ. These are the 4 important states producing jute. I will repeat once more. All of you please listen me. Jute is an important cash crop. Then bags, mats, then rope, gunny bags, handicrafts, etc. are made from jute. Then India is the world's second largest producer. അല്ലേ? ലോകത്തിലെ തന്നെ ജൂട്ട് പ്രൊഡക്ഷനിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമുണ്ട്. പിന്നെ അതർ ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്സ് ആർ വെസ്റ്റ് ബംഗാൾ, ആസാം, ബീഹാർ and Orissa. West Bengal, Assam, Bihar and Orissa are the producers of jute. Jute production നടക്കുന്ന മറ്റ് സ്റ്റേറ്റ് ഏതൊക്കെയാ? വെസ്റ്റ് ബംഗാൾ, ആസാം, ബീഹാർ, ഒറീസ. അവിടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് മക്കളെ. നമ്മളെ മില്ലറ്റ്സ് കൃഷി ചെയ്യുന്ന കുറച്ച് സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് പറയാൻ മറന്നുപോയി. Millets are grown in Rajasthan, Gujarat, Karnataka, Andhra Pradesh and Bihar. Millets are grown in Rajasthan, Gujarat, Karnataka, Andhra Pradesh and Bihar. Jute. India is the second largest producer of jute. Then other states are West Bengal, Assam, Bihar and Orissa. Okay. Next paragraph, sugarcane. Sugar is made from sugarcane. India is the second largest producer of sugarcane in the world. The important sugarcane producing states are Uttar Pradesh, Maharashtra, Madhya Pradesh, Bihar, Tamil Nadu and Punjab. നമുക്കറിയാം, എപ്പോഴും നമുക്ക് അത്യാവശ്യമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് ഷുഗർ, പഞ്ചസാര അല്ലേ? ഷുഗർ ഉണ്ടാക്കുന്ന ഇതിൽ നിന്നാണ്? ഷുഗർ മെയ്ഡ് ഫ്രം ഷുഗർ കെയിൻ. കരിമ്പിൽ നിന്നാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പം കരിമ്പും കൃഷിയിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 2ാം സ്ഥാനമാണ്. മനസ്സിലായോ? സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഷുഗർ കെയിൻ ഇൻ ദ വേൾഡ്. India is the second largest sugarcane producer in the world. Then other important sugarcane producing states are Uttar Pradesh, Madhya Pradesh, Maharashtra, Bihar, Tamil Nadu and Punjab. മാറിപ്പോകരുത്. കരിമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ബീഹാർ, തമിഴ്നാട് ആൻഡ് പഞ്ചാബ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ബാക്കി നാളെ എടുക്കാൻ, ടൈം കഴിയാനായി. ആരാ ഒന്ന് ഒച്ചത്തിൽ വായിക്കുക? ഹു വിൽ റീഡ് ലൗഡ്ലി? Yes, Alna, you can read now. Agriculture means cultivation of land. It also includes horticulture, livestock rearing and fishing. It is the most important occupation in our country.
About 2/3 of the Indian people are farmers. Growing crops is their main occupation. Agriculture provides food for the people and raw materials for industries. India has a suitable climate for growing crops. The soil is fertile and we have sufficient irrigation facilities. So farmers grow many crops throughout the year. Kinds of crops. Farmers generally grow two types of crops. Okay, please Food stop crops there. and Please cash stop there, crops. mole. The main Alina. Please stop there. Next one, Agnes. Agnes, you can read. Mole Agnes, yes. Unmute ചെയ്യ് മോളെ. Kinds of crops. Farmers generally grow two types of crops, food crops and cash crops. The main food crops grown in India and rice, wheat, millets, maize and pulses. The main cash or nickel crops are jute, sugarcane, tea, coffee, cotton, oilseeds, coconut and spices. Food crops. Rice is the most important food crop. It is the staple food of people living in the eastern and southern part of India. Rice grows well in the hot and wet climate. Okay. Haryana, Uttar Pradesh, Madhya Pradesh include jowar, bajra and ragi. They are usually grown in hot and dry areas where rice and wheat cannot be grown. They are grown in Rajasthan, Gujarat, Karnataka, Andhra Pradesh and Bihar. Okay. Cash crop. Okay, please stop there. Okay. മക്കളെ any doubt anybody? സംശയമുണ്ടോ? അപ്പൊ മാറിപ്പോകാൻ പാടില്ല. ഇന്ന് നമ്മൾ പറഞ്ഞത് ഫാർമേഴ്സ് രണ്ടായി ക്രോപ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ക്രോപ്സ് എന്നും ഫുഡ് ക്രോപ്സ് എന്നും. അതില് റൈസ്, വീറ്റ്, മില്ലറ്റ്സിൽ എന്തൊക്കെ പെടും? ജോവർ, ബാജ്ര, റാഗി അല്ലെ? ഇതൊക്കെയാണ് ഫുഡ് ക്രോപ്സ്. ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞാല് ഏതൊക്കെയാ? ജൂട്ട്, ഷുഗർ കെയിൻ, ടീ അല്ലെ? പിന്നെ കോഫി, കോട്ടൺ, ഓയിൽ സീഡ്സ്, സ്പൈസസ്, ദീസ് ആർ ക്യാഷ് ക്രോപ്സ്. അപ്പൊ ഓരോ സംസ്ഥാനങ്ങളും ഓരോ സാധനങ്ങളും ഓരോ എന്താ പറയാ ഫുഡ് ക്രോപ്പ് അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്പ് വളരുന്ന സംസ്ഥാനങ്ങൾ, വളർത്തുന്ന നട്ട് പിടിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ മക്കൾ ഒരുപാട് പ്രാവശ്യം വായിക്കുക. റീഡ് മോർ ടൈംസ്. ഓക്കെ. For your homework is today's homework is read the lesson 3 times. After your reading, ask your parents to put the sign on it. Okay. Okay. Tata. Bye bye. See you in the next class. Okay. Bye bye. Okay.